ഏറ്റവും ശക്തനായ കോമിക് ക്യാരക്ടർ ആരാണ്? ചിലര് സൂപ്പർമാൻ എന്ന് പറയും, ചിലര് തോർ എന്ന് പറയും, വേറെ ചിലര് ഡാർക്ക് സീഡ് എന്ന് പറയും. എന്നാൽ എയുടെ സഹായത്തോടു കൂടി ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും സ്ട്രെങ്ത് അനുസരിച്ച് അവർക്ക് എത്ര വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കോമിക് ക്യാരക്ടേഴ്സിനെ പല ടയേഴ്സ് ആയിട്ട് തിരിക്കാം. ആദ്യത്തേത് ബ്രോൺസ് ടിയർ ആണ്. ഇവർക്ക് പറയത്തക്ക ഫിസിക്കൽ സ്ട്രെങ്ത് ഒന്നുമില്ല, ബുദ്ധിയാണ് ഇവരുടെ മെയിൻ. ടോണി സ്റ്റാർക്ക്, ജോക്കർ, ആന്റ്മാൻ തുടങ്ങിയവരാണ് ഈ ലിസ്റ്റിൽ വരുന്നത്. ഇനി അടുത്തത് സിൽവർ ടിയർ ആണ്. ഇവര് നല്ല രീതിയിൽ ട്രെയിൻഡ് ആയ ഇൻഡിവിജ്വൽസ് ആണ്. 100 കിലോ വെയിറ്റ് ഒക്കെ ഈസി ആയിട്ട് ഇവർക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ വരുന്നതാണ് ഡെയർ ഡെവിൽ, ബ്ലാക്ക് വിഡോ, ഹോക്കൈ, ഫാൽക്കൺ എന്നിവരൊക്കെ. അടുത്തത് ഗോൾഡ് ടിയർ ആണ്. ഒരു മനുഷ്യന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ് ഈ കാറ്റഗറിയിൽ ഉള്ളവർക്ക് ഉള്ളത്. ബാറ്റ്മാൻ, വൂൾവറിൻ, ബ്ലാക്ക് പാന്തർ, പിന്നെ കിൽമോങ്കറുമാണ് ഈ ലിസ്റ്റിൽ ഉള്ളത്. പീക്ക് ഹ്യൂമൻ എന്ന് നമുക്ക് ഇവരെ വിളിക്കാം. ഇനി പ്ലാറ്റിനം ടിയറിലേക്ക് വരാം. ഇവരെ നമുക്ക് സൂപ്പർ ഹ്യൂമൻസ് എന്ന് വിളിക്കാം. സ്പൈഡർമാനും ക്യാപ്റ്റൻ അമേരിക്കയുമാണ് മെയിൻ ആയിട്ട് ഈ ലിസ്റ്റിൽ വരുന്നത്. കാറും ലോറിയും ഒക്കെ ഇവർക്ക് ഈസി ആയിട്ട് പൊക്കാൻ പറ്റും. ഇനി അടുത്തത് ഡയമണ്ട് ടിയർ ആണ്. ഭൂമിയിലെ ഒരു ശക്തിക്കും ഇവരെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഹൾക്ക്, അക്വാമാൻ, വണ്ടർ വുമൺ, റെഡ് ഹൾക്ക്, ബെൻഗ്രിം, സ്റ്റെപ്പൻ വൂൾഫ് തുടങ്ങിയവരാണ് ഈ ലിസ്റ്റിൽ വരുന്നത്. ഇനി നമുക്ക് ഗോഡ് ടിയറിലേക്ക് പോകാം. പേര് പോലെ തന്നെ ഇവർ ദൈവങ്ങളാണ്. പ്ലാനറ്റ്സിനെ വരെ ഒറ്റയടിക്ക് തരിപ്പണമാക്കാൻ ഇവർക്ക് പറ്റും. താനോസ്, കോമിക്കിലെ ഹൾക്ക്, ക്യാപ്റ്റൻ മാർവൽ, തോർ, ഡാർക്ക് സീഡ് തുടങ്ങിയവരാണ് ഈ ഒരു ടിയറിൽ വരുന്നത്. ഇനി നമുക്ക് അവസാനത്തെ ടിയറിലേക്ക് പോകാം, കോസ്മിക് ടിയർ. ഈ ടിയറിൽ ഉള്ളവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ സൂപ്പർ ഹീറോസും ഒരുമിച്ച് വന്നാൽ പോലും ഇവരെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഒരൊറ്റയാൾ മാത്രമേ ഉള്ളൂ, സൂപ്പർമാൻ.